മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സുമേഷ് അയിരൂര്, എന്റെ തന്നെ സ്വദേശമായ അയിരൂര്, ഞങ്ങൾ താമസിക്കുന്ന അയിരൂർ എന്ന അയിരൂർ കഥകളി ഗ്രാമം എന്നാണ് പുതിയ നാമകരണം. ആ വില്ലേജിൽ, ആ പഞ്ചായത്തിൽ പാങ്കമൺ സ്വദേശിയായ സുമേഷ് അയിരൂർ. എന്റെ ഗാനാലാപനത്തിന് തുടക്കകാലത്ത് അദ്ദേഹത്തിന് ഗ്ലൂക്കോമ എന്ന ഒരു രോഗം ബാധിച്ചിരുന്നു. അതിനെ അതിജീവിച്ച് അദ്ദേഹം ഇത്രയധികം ഉയരങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിച്ചു സ്വന്തം കഴിവുകൊണ്ട്. മറ്റാരും അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാനില്ലാതെ കലാരംഗത്ത്. അതാണ് കാരണം അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് മ്യൂസിക് കോളേജിൽ പഠിച്ച് മദ്ദളം അഭ്യസിച്ചാണ് അദ്ദേഹം ഒരു കലാകാരനായി രംഗത്ത് വന്നത്. സ്വന്തം വളരെ എളിമത്വത്തോടുകൂടി അദ്ദേഹം പറയാറുണ്ട്. പല ചാനലുകളിലും 24 ചാനലുകളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. യേശുദാസാറിന്റെ വോയിസ് പോലെ തോന്നിയത് മഹാഭാഗ്യമാണ്. അത് ഗന്ധർവനാഥമാണ്. നമുക്കൊക്കെ പരിസരത്തിൽ പോലും ചെന്ന് നിൽക്കാനുള്ള ഒരു ഇതില്ല. പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈകിളിയിൽ പങ്കുറങ്കുള്ളോളെ അനുഗ്രഹീത കലാകാരനായ സുമേഷ് അയിരൂർ പറയുന്നത് ഒരമ്മ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കാര്യമാണ്. എന്നും പ്രഭാതത്തിൽ അദ്ദേഹം പാടിയ ഗുരുവായൂരപ്പന്റെ പാട്ട് കേട്ടാണ് അവർ വരുന്നതും ദിനചര്യകളിൽ ഏർപ്പെടുന്നതും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സംഗീതത്തിന് പ്രാധാന്യമുള്ള സമയമാണ് ഇപ്പോൾ. അപ്പോൾ പ്രത്യേകിച്ച് ഭജൻ പാട്ടുകൾ വളരെ അധികം ആൾക്കാർ ഇപ്പോൾ കാണുവാൻ തുടങ്ങിയിരിക്കുന്നു, ലൈവായിട്ട് പ്രോഗ്രാം ആസ്വദിക്കുന്നു. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഈ അടുത്ത സമയത്ത് ഒരു സമ്മേളനത്തിൽ, ഹിന്ദു ഏകതാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും അവിടെ ഈ അടുത്ത സമയത്ത് പ്രശസ്തി ആർജിച്ച സുമേഷ് അയിരൂര്, എന്റെ തന്നെ സ്വദേശമായ അയിരൂര്, ഞങ്ങൾ താമസിക്കുന്ന അയിരൂർ എന്ന അയിരൂർ കഥകളി ഗ്രാമം എന്നാണ് പുതിയ നാമകരണം. ആ വില്ലേജിൽ, ആ പഞ്ചായത്തിൽ പാങ്കമൺ സ്വദേശിയായ സുമേഷ് അയിരൂർ. ജന്മനാട് അദ്ദേഹത്തിന്റെ അയിരൂർ വില്ലേജിന് അടുത്ത് തന്നെയുള്ള കുൻകുന്നം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ അദ്ദേഹം കുടുംബമായി താമസിക്കുന്നു, കുട്ടികളുമൊത്ത് ഇവിടെ അയിരൂര് അദ്ദേഹത്തിന്റെ സ്വദേശമാണെന്ന് തന്നെ പറയാം. അപ്പം വളരെ അഭിമാനം തോന്നി അദ്ദേഹത്തെ നേരിട്ട് കാണുവാനും അദ്ദേഹത്തെ അഭിനന്ദിക്കാനും സാധിച്ചു. ആ പരിപാടി കണ്ടിടത്തോളം എനിക്ക് അദ്ദേഹത്തിന്റെ സ്വരവൈഭവം അനുഭവിച്ചറിയുവാൻ സാധിച്ചു. പലപ്പോഴും പല ഗായകരും ശ്രദ്ധിക്കപ്പെടുന്നത് കലാരംഗത്ത് സപ്പോർട്ട് ചെയ്യുവാൻ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. പക്ഷെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പല കലാകാരന്മാർ ഇന്നും ഉണ്ട്, പല ഗായകരും ഉണ്ട്. അപ്പോൾ അക്കൂട്ടത്തിൽ ശ്രദ്ധ ആകർഷിച്ചു തന്നെ മുന്നിലേക്ക് കയറി വന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ വന്ന സമയത്ത് ഈ ജനറേഷനിലെ ഒരു യുവ ഗായകനായ അദ്ദേഹത്തിന് സൗഭാഗ്യം ലഭിച്ചു. എന്തായാലും അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശ്രീ സുമേഷ് അയിരൂർ ഡെസ്കിൽ താളമടിച്ച് പാടി ആണ് സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പാട്ടുകളാണ് വൈറലായത്. അതിൽ കൂടി അദ്ദേഹം ധാരാളം ഗാനാസ്വാദകർ അദ്ദേഹത്തിന്റെ ഫോളോവേഴ്സായി മാറുകയും പിന്നീട് അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചു തുടങ്ങുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം തന്നെ പറയുന്നതനുസരിച്ച് മ്യൂസിക് കോളേജിൽ പഠിച്ച് മദ്ദളം അഭ്യസിച്ചാണ് അദ്ദേഹം ഒരു കലാകാരനായി രംഗത്ത് വന്നത്. വളരെ എളിമത്വത്തോടുകൂടി അദ്ദേഹം പറയാറുണ്ട്. പല ചാനലുകളിലും 24 ചാനലുകളിലും ഒക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അദ്ദേഹം വയറ്റിപ്പഴപ്പിന് വേണ്ടി കലാരംഗത്ത് വന്ന് അതായത് മറ്റുള്ളവരുടെ ഗാനം, പ്രത്യേകിച്ച് യേശുദാസ്, NG ശ്രീകുമാർ എന്നിവരുടെ സ്വരം അതുപോലെ തന്നെ പാടി അദ്ദേഹത്തിന് പാടുവാൻ സാധിച്ചു. പക്വതയോടുകൂടി അടക്കത്തോടുകൂടി പാടുന്ന ഈ ഗായകന് വളരെ നല്ല വേദികൾ കിട്ടുന്നുണ്ട്. നമ്മുടെ തെക്കേയറ്റം തൊട്ട് കേരളത്തിന്റെ വടക്കേയറ്റം കണ്ണൂർ വരെ ഈ അടുത്ത സമയത്ത് കണ്ണൂർ പോയി അദ്ദേഹം പാട്ട് പാടിയപ്പോൾ അദ്ദേഹം വോയിസ് മറ്റുള്ളവരുടെ റെക്കോർഡ് ഇട്ടിട്ട് ഉണ്ടനക്കുന്നതാണോ അല്ലെങ്കിൽ അങ്ങനെ ആണോ എന്നൊരു സംശയം പ്രകടിപ്പിച്ച് ആസ്വാദകരുടെ മുന്നിൽ അദ്ദേഹം പാടിയ പാട്ടുകൾക്ക് ശേഷം അദ്ദേഹത്തിന് വളരെ അപ്രീസിയേഷൻ കിട്ടി അദ്ദേഹത്തിന് എന്നറിയുന്നു. പക്ഷെ ഇദ്ദേഹം സ്വതസിദ്ധമായ ശൈലിയിൽ പാടിയ പാട്ട് നമുക്ക് കേട്ടു നോക്കാം. ഈ വേദിയിൽ ഹിന്ദു ഏകതാ സമ്മേളനത്തിന്റെ വളരെ നന്നായി അദ്ദേഹം അവതരിപ്പിച്ചു. അദ്ദേഹം ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയിരുന്ന അദ്ദേഹത്തെ ക്ഷണിച്ചത് വളരെ ഒരു അംഗീകാരമായി തന്നെ അദ്ദേഹം പറയുന്നു. കാരണം സ്വദേശമായ പാങ്കമണ്ണിൽ തന്നെ നടന്ന ഈ സമ്മേളനത്തിൽ അത് വളരെ നന്നായി അദ്ദേഹം സ്വന്തമായി കമ്പോസ് ചെയ്ത് പാടിയ പാട്ടാണ്. ശങ്കര
ശംഭോ ശങ്കര വെള്ളിയറവാഴും ശ്രീ മഹേശാംഗിഭൂ തിരുവുടൽ ദർശിക്കാൻ വരുന്നു ഞങ്ങൾ. വെള്ളിയറവാഴും ശ്രീ മഹേശാംഗിഭൂ തിരുവുടൽ ദർശിക്കാൻ വരുന്നു ഞങ്ങൾ. കൂവളത്തിലയായി തീർക്കുമോ ഭഗവാനെ അഗതിയമടിയന്റെ ഈ ജന്മം. കൂവളത്തിലയായി തീർക്കുമോ ഭഗവാനെ അഗതിയമടിയന്റെ ഈ ജന്മം. ശംഭോ അവനിലടിയന്റെ ഈ ജന്മം. വെള്ളിയറവാഴും ശ്രീ മഹേശാംഗിഭൂ തിരുവുടൽ ദർശിക്കാൻ വരുന്നു ഞങ്ങൾ. ശംഭോ ശങ്കര ശംഭോ ശങ്കര അതിനുശേഷം ഒരു അമ്മ സോഷ്യൽ മീഡിയയിൽ ഈ പാട്ട് പാടിയിട്ടപ്പോൾ ഗുരുവായൂർ കണ്ണനെ കുറിച്ച് അമ്മ എന്നും ഈ പാട്ട് കേട്ടാണ് ഉണരുന്നത് എന്ന് പറഞ്ഞ് അദ്ദേഹം വികാരസീനനായി വേദിയിൽ പറഞ്ഞു. ആ പാട്ടും അദ്ദേഹം അവിടെ പാടി, അതും കേൾക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പു. ഹരേ കൃഷ്ണ ദ്വാരപാലന്മാരടച്ചിട്ടദർശിന ദ്വാരകപാടത്തിൽ ഞാൻ നിൽപ്പു. ദ്വാരപാലന്മാരടച്ചിട്ടദർശിന ദ്വാരകപാടത്തിൽ ഞാൻ നിൽപ്പു. കാറൊളിപ്പൂമുഖം കാണാൻ കൊതിച്ചെത്തും എന്നിലെന്തേ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ
തിരിയും ചിന്തന നടുവിലും നിന്റെ ചിത്രൂപം സ്മരിക്കുവോ ഞാൻ നിന്റെ പാദം ഭരിക്കുവോ ഞാൻ ഹരേ കൃഷ്ണ ദ്വാരപാലന്മാരടച്ചിട്ടദക്ഷിണ ദ്വാരകവാടത്തിൽ ഞാൻ നിൽപ്പൂ കാരൊളിപ്പൂമുഖം കാണാൻ കൊതിച്ചെത്തും എങ്കിലെന്തേ കേട്ടിരിപ്പൂ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ഈ ദ്വാരകാവാടത്തിൽ ഞാൻ നിൽപ്പൂ ഹരേ കൃഷ്ണ ശ്രീ സുമേഷ് അയ്യൂരിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അദ്ദേഹത്തിന് ഗോഡ്ഫാദർ ഇല്ലാതെ തന്നെ സ്വന്തം മികവിൽ ഇത്രയധികം പാട്ടുകൾ പാടുവാൻ സാധിക്കും. ഇനി അദ്ദേഹത്തിന് വേദികൾ ഉണ്ടാകട്ടെ, അദ്ദേഹത്തിന് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തും ഒക്കെ തിളങ്ങുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കട്ടെ. നന്ദി. കാണാം.